5,25,000 രൂപയ്ക്ക് ഇതാ 2020 എക്കോസ്പോർട്ട് ഷേപ്പ് വണ്ടി ഡീസൽ. അതെ, നമുക്ക് 6,60,000 രൂപ കൊടുത്തേക്കാം. 6,60,000 കൊടുക്കാം. ഷേപ്പ് വണ്ടി 6,60,000 കൊടുത്തേക്കാം. നമുക്ക് 1,60,60,000 രൂപ കൊടുക്കാം. 1,60,000 കൊടുക്കാം. അതെ, എന്തായാലും നെഗോഷ്യബിൾ ആവോ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തേക്കാം. ഇത് നമുക്ക് 5,85,000 രൂപ. 5,80 കൊടുത്തേക്കാം. 5,80. അതെ, ഇത് 4,30,000 രൂപ കൊടുത്തേക്കാം. 4,30,000 കൊടുക്കാം. 15 വണ്ടി. 15 വണ്ടി അല്ലേ? അതെ, ക്ലീൻ വണ്ടി. 22 വണ്ടിയാണ്. 6 ലക്ഷം രൂപയ്ക്ക് 18 ന്യൂ ഷേപ്പ് വണ്ടി. അതും ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ്. ഇത് നമുക്ക് 11,50 കൊടുത്തേക്കാം. 11 ലക്ഷം രൂപയ്ക്ക് 22 മോഡൽ. 22 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. സെയിം അല്ല, 6,60,000. 6,60,000 കൊടുക്കാം. അതായത് ഇത് വേറെ വ്യത്യാസം കിലോമീറ്റർ കുറവാണ്. കോട്ടയം ജില്ലയിൽ പാലായിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓട്ടോസ്പോർട്ടിലാണ് നിലവിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഗംഭീര ഓഫർ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയുന്നില്ല. ഓണമൊക്കെയാണ് വരുന്നത്. ഓഫറാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഇവിടുത്തെ ഒരു ഓഫർ എന്നുള്ളത്. അത്യാവശ്യം വില കുറച്ച് ഒരുപാട് 10-30 വണ്ടികൾ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലിയ വണ്ടികളുണ്ട്, ചെറിയ വണ്ടികളുണ്ട്, ഓട്ടോമാറ്റിക്കുണ്ട്, മാനുവലുണ്ട്, ഡീസലുണ്ട്, പെട്രോളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ കോട്ടയം ജില്ലയിൽ പാലായിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചേക്കാം. ഒറ്റ കാര്യം ചെയ്താൽ ഏത് വണ്ടി എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ. നല്ല വിലക്കുറവ് ഈ പ്രാവശ്യം തരുന്നുണ്ട്. ഈ പറഞ്ഞ മോഡൽ കൂടിയ വണ്ടികളൊക്കെ തന്നെയാണ് മിക്കവാറും വണ്ടികൾ. സിംഗിൾ ഓണർ വണ്ടികളൊക്കെ തന്നെയാണ് അതിലും കൂടുതൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്രോൾ വണ്ടികളൊക്കെ ആകുമ്പോൾ പിന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. എങ്കിലും ചെക്ക് ചെയ്തോളാം. അത് നിങ്ങൾ വന്നിട്ട് എടുക്കുന്ന സമയം നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ അടിപൊളി മോർസ് റിച്ച് MGൻ്റെ വലിയ വണ്ടിയുണ്ട്. അതുപോലെ തന്നെ ചെറിയ വണ്ടികൾ മുതൽ എല്ലാം ഉണ്ട്. പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ തപ്പി കിടക്കുന്നവരുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല ഇങ്ങനെ ഷോറൂം കൂടെ ഉള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വിപിൻ ചേട്ടനുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഓട്ടോസ്പോർട്ടിൽ ഇപ്രാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുറേയധികം വണ്ടികളുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ മോഡൽ വണ്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിപിൻ ചേട്ടനുണ്ട്. വിപിൻ ചേട്ടാ, മസിലേക്ക് സ്വാഗതം. സന്തോഷം. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? അത്യാവശ്യം നല്ല കച്ചവടം സെയിൽ നടക്കുന്നു. അതെ, അത്യാവശ്യം ഇപ്രാവശ്യം നല്ല സ്റ്റോക്കും ഉണ്ട് അല്ലേ? സ്റ്റോക്ക് ഉണ്ട്. ഒരു 10-30 വണ്ടികളോളം 30 വണ്ടി നമുക്ക് ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഒരു 5-6 വണ്ടി വർക്ക്ഷോപ്പിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തകർക്കണം. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വണ്ടികളും പെട്രോൾ ആണല്ലേ? പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഓട്ടോമാറ്റിക് കുറവാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഈ മറ്റേ ഡീസലിനെ അപേക്ഷിച്ച് പെട്രോൾ ആണ് കൂടുതൽ. പെട്രോൾ നമ്മൾ കൂടുതലും പെട്രോളാണ് ചൂസ് ചെയ്യുന്നത്. വേറെ പണിയോ കാര്യങ്ങളോ കുഴപ്പങ്ങളോ കാര്യങ്ങളോ വരിക കൊടുത്തു വിട്ടാലും പേടിക്കണം. അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നാ പിന്നെ തുടങ്ങാം. തുടങ്ങിയേക്കാം. മാക്സിമം വില കുറച്ചതാ. ഈ കാണുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. ഈ പറഞ്ഞ പോലെ തന്നെ ലോണും കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് 90% ഫുൾ ലോൺ ചെയ്യാം. പിന്നെ ഫുൾ ലോണും കാര്യങ്ങളൊക്കെ പിന്നെ എക്സ്ചേഞ്ച് ഫെസിലിറ്റി നമുക്കുണ്ട്. എല്ലാം ഉണ്ട്. എന്നാ പിന്നെ ആദ്യത്തെ വണ്ടി ഐറ്റൺ മോഡൽ? അതെ, ഗ്രാൻഡ് ഐറ്റൺ ആണ്. ഗ്രാൻഡ് ഐറ്റൺ 2017 മോഡലാണ്. 17. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വരുന്നത് 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. അത് മാഗ്ന പ്ലസ്. അതെ, 17 സിംഗിൾ ഓണർ ന്യൂ ഷേപ്പ് മോഡലാണ്. എന്ത് വിലയുണ്ട് നമുക്ക്? നമുക്ക് 3,65,000 രൂപ. 3,65,000 17 വണ്ടി കൊടുക്കാം. നമുക്ക് 3,25,000 വരെ ലോണും ചെയ്യാം. അടിപൊളി. അപ്പൊ എന്തായാലും പിന്നെ ചേട്ടാ, ഞാൻ ഈ ഓവർ ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. വണ്ടികൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കാറ്റലോഗ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ. ആര് കോൺടാക്ട് ചെയ്താലും എല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരും. അടുത്ത ടിയാഗോ ആണല്ലേ? ടിയാഗോ വരുന്നത് നമുക്ക് എക്സിസഡ് ആണ്. 2021 വണ്ടിയാണ്. 21 ന്യൂ ഷേപ്പ് ആണ് അല്ലേ? ന്യൂ ഷേപ്പ് ആണ്. അതെ, എക്സിസഡ് പ്ലസ് ആണ്. എക്സൽ പ്ലസ് ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഡ്യുവൽ ട്യൂൺ ആണ്. മാനുവൽ ഓപ്ഷനിലാണ്. കിലോമീറ്റർ വരുന്നത് 70,000 കിലോമീറ്റർ ആണ്. 70 ഓടി അല്ലേ? അതെ. മോശമൊന്നുമില്ല, വണ്ടി പൊക്കല്ലേ? പക്ക വണ്ടി. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. എന്നെ റീപ്ലേസ് ഉണ്ട് നമ്മൾ പറയുവേ. അതാണ് പറഞ്ഞേ കൊടുക്കുള്ളൂ. പറഞ്ഞേ കൊടുക്കുള്ളൂ. ഇത് നമുക്ക് എന്താ വില? നമുക്ക് 4,40,000 രൂപ കൊടുത്തത്. 4,40,000 21 വണ്ടി അല്ലേ? അതെ, ഫുൾ ലോൺ ചെയ്ത് കൊടുത്തത്. ഫുൾ ലോൺ ചെയ്യാം. പൈസ ഒന്നും മുടക്കണ്ട. അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഫുൾ ഫീച്ചേഴ്സ് എല്ലാം. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, ആ എക്കോസ്പോർട്ട് ആണെങ്കിലോ? എക്കോസ്പോർട്ട് വരുന്നത് 2014 മോഡലാണ്. 14 മോഡൽ ടൈറ്റാനിയം ആണ്. 14 ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. അത് സിംഗിൾ ഓണർ ആണ്. അപാകതകൾ എന്തെങ്കിലും റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല അല്ലേ? മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീസൽ പെട്രോൾ ആണ് അല്ലേ? അപ്പോൾ എന്തായാലും കംപ്ലൈന്റും കുറവായിരിക്കും. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അലോവീൽ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതെ. ഓക്കെ, 14 വണ്ടി കിലോമീറ്റർ പറഞ്ഞു നമ്മള്. കിലോമീറ്റർ വരുന്നത് 70,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓക്കെ, പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കുറവായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്താ വില? നമുക്ക് 3,85,000 രൂപ കൊടുത്തേ. 3,85 അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ, അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇതാണെങ്കിലോ? ഇത് എത്തിയോസ് ലിവയാണ്. 2017 ആണ്. 18 രജിസ്ട്രേഷൻ ഉണ്ട്. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. അതെ. കിലോമീറ്റർ വരുന്നത് അറൌണ്ട് 60-55 അത്ര ഓടിയുള്ളൂ. അതെ. ഓക്കെ, ഇത് എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത റീപ്ലേസ് ഇല്ല. ഫുൾ കമ്പനി സർവീസ് കയറി പോകുന്ന വണ്ടിയാണ്. പെട്രോൾ ഓപ്ഷനിലാണ്. വി ആണ്. പെട്രോൾ വി. അതെ. ഓക്കെ, എന്താ നമുക്ക് വില? VX ആണോ? VX ഡ്യുവൽ ടോൺ അല്ലേ? ഓക്കെ, എന്താ വില?
നമുക്ക് 4,80,000 രൂപയ്ക്ക് കൊടുത്തത്. 480 2018 വണ്ടി അല്ലേ? 17 മോഡൽ 18 ഓക്കെ. അപ്പോൾ അതൊന്നും ഇല്ല, അപ്പോൾ അത് റീപ്ലേസ് ഒന്നുമില്ല, 100% ഗ്യാരണ്ടി നമുക്ക് കൊടുക്കും. ഓക്കെ. മാക്സിമം ചെക്ക് ചെയ്തോട്ടെ, എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മാക്സിമം ചെക്ക് ചെയ്തോ, ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, നമ്മളുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞാണ് ചെയ്യുന്നത്, ഇനി നോക്കിയെടുത്ത് ചെക്ക് ചെയ്ത് എടുത്തോളൂ. അതെ. ഇനി ഈ കിടക്കുന്ന കീ ആണെങ്കിലോ? കിയ 2022 മോഡലാണ്, 22 HTK പ്ലസ് ആണ്. HTK പ്ലസ്, അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെയായിട്ട് പോലും ഡീസലാണ്. ഡീസലാണ്, ഒരു 20 അറൗണ്ട് മൈലേജ് കിട്ടണതാണ്. അതെ. മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 70,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആണ്. സർവീസ് ഉണ്ട് അല്ലേ? അതെ. അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 11,50 കൊടുത്തേ. 11 ലക്ഷം രൂപയ്ക്ക് 22 മോഡൽ, 22 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, അറൗണ്ട് 11 വരെ ലോൺ ചെയ്യാം. അല്ലേ? അടിപൊളി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമ്മുടെ ഇവിടെ തന്നെയുള്ള രജിസ്ട്രേഷൻ ആണ്, വേറെ അലിഞ്ഞ വണ്ടി ഒന്നും നമ്മുടെ തന്നെ. മാക്സിമം ചെക്ക് ചെയ്തോളൂ, എങ്ങനെ ചെക്ക് ചെയ്യാൻ ആവശ്യമില്ല, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. അങ്ങനെ കമ്പനി കൊണ്ട് കാണിച്ചെടുത്തോ? അല്ല, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും കാണിക്കാനുള്ള സൗകര്യം കൊടുക്കും. ഇനി ക്രെറ്റ ആണെങ്കിലോ ഫുൾ ഓപ്ഷൻ? ക്രെറ്റ ന്യൂ ഷേപ്പ് 2018 മോഡലാണ്. 18 സെക്കൻഡ് ഫേസ് വന്ന വണ്ടി കേട്ടോ. സെക്കൻഡ് ഫേസ് ആണ്. പെട്രോൾ ഓപ്ഷനിലാണ്. 1,20,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്, ഫുൾ കമ്പനി സർവീസ്. പെട്രോൾ 1,20 ഫുൾ കമ്പനി സർവീസ്. 1,20 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓടി എന്ന് പറഞ്ഞാൽ ഫുൾ കമ്പനി സർവീസ്. ഓടെ 10,000 സർവീസ് കയറി പോകുന്ന വണ്ടിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, 18 വണ്ടിനെ അപേക്ഷിച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട അപാകത ഒന്നുമില്ലല്ലോ? തട്ടുമുട്ട അപാകത റീപ്ലേസ് ഒന്നുമില്ല. എക്സ് അല്ല, ഇത് മറ്റേ ഏറ്റവും കൂടിയ SX ഓപ്ഷനിലാണ്. ഓപ്ഷനിൽ വരുമ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 എയർ ബാഗ് മൂലം എല്ലാ സംഭവം ഉണ്ടാവും അല്ലേ? അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 6,60,000 രൂപയ്ക്ക് കൊടുക്കാം. 6,60,000 കൊടുക്കാം. ന്യൂ ഷേപ്പ് വണ്ടി 6,60,000 കൊടുത്തേക്കാം. അത് നല്ല കിടിലൻ പ്രൈസ് ആണല്ലോ. 7,60, 7,45 വിലയുള്ളതാണ്. നമ്മൾ അത് ആലോചിക്കണം. സെക്കൻഡ് ഫേസ് വന്ന 2018 വണ്ടിയാണ്. SX ആണ്. അതെ, ഏറ്റവും ടോപ്പ് എൻഡും കൂടിയാണ് കേട്ടോ. 6,60,000 രൂപയ്ക്ക് നെറ്റ് കൊടുത്തേക്കാം. ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ല. സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ല. അത് നമ്മൾ ഇതാണെങ്കിലോ? ഇത് അതിന്റെ ഫേസിൽ ഫസ്റ്റ് വണ്ടി. മോഡൽ ഏതാ? 2016 വണ്ടിയാണ്. 16. അതെ. കിലോമീറ്റർ വരുന്ന ഹൈലൈറ്റ് ആണ്. 58 60 കിലോമീറ്റർ അടുത്ത്. 60,000 അല്ലേ? പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ. SX ആണോ? SX. അതെ, സെയിം ഓപ്ഷൻ. ശരി, ഇത് നമുക്ക് എന്താ വില? സെയിം അല്ല, 6,60,000 കൊടുക്കാം. അതായത് ഇത് വേറെ വ്യത്യാസം കിലോമീറ്റർ വെച്ചാൽ കുറവാണ്. പക്ഷേ ഇത് ഫേസിന്റെ വ്യത്യാസം കണ്ടോ? രണ്ട് ഇത് ആയിട്ട് വരുന്നുള്ളൂ. അതെ. അപ്പോൾ 6,60,000 നിങ്ങൾക്ക് 2 ക്രെറ്റ കിടപ്പുണ്ട് കേട്ടോ. മെസ്സി എടുത്തോളൂ. അതുപോലെ തന്നെ MG ആണെങ്കിലോ? MG കാറ്റഗറി 2020 ആണ്. 20 ആണ്. അതെ. ഇത് കിലോമീറ്ററൊക്കെയോ? 20 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ. ഷാർപ്പാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ആണ്. അതെ. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ഈ പറഞ്ഞ പോലെ തന്നെ സൺറൂഫ് ഒക്കെ ഉള്ള പെട്രോളിൽ ഓട്ടോമാറ്റിക് ഉള്ളൂ. അതെ. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് റീപ്ലേസ് ഒന്നുമില്ല. 70 ഓടിയിട്ടുള്ളൂ അല്ലേ? 70. ഓക്കെ. ഹിസ്റ്ററിയൊക്കെ പക്കയല്ലേ? 80 റേഞ്ചിൽ. ഓക്കെ. ഹിസ്റ്ററിയൊക്കെ പക്കയല്ലേ? പക്ക. മേജർ ഒന്നുമില്ല. നമ്പറോ കാര്യങ്ങളോ നല്ല നീറ്റ് അല്ലേ വണ്ടി? പക്ക നീറ്റ്. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 9,75,000 രൂപ കൊടുത്തത്. 9,75 20 വണ്ടി അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ. ഓക്കെ. എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. പെട്രോൾ ആണെന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. അതെ, ചെറിയ യൂസിനൊക്കെ നല്ല വണ്ടിയാണ്. അതെ. ഇനി എക്കോസ്പോർട്ട് നമുക്ക് ഹൈലൈറ്റ് 2020 വണ്ടിയാണ്. 20 ആണ്. 20 ട്രെൻഡ് പ്ലസ് ആണ്. ട്രെൻഡ് പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു മിഡിലേക്ക് മേലായിട്ട് മിഡിൽ അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങൾ. ബാക്ക് വൈപ്പർ ഇല്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ടൺ വരില്ല. ഡ്യുവൽ എയർ ബാഗ്, ABS, അലൈവിൽ ഓൾറെഡി ഫോർഡിന്റെ ചെയ്തിട്ടുണ്ട്. അത് മാറ്റി ചെയ്താട്ടോ. അതെ. 20 മോഡലാണ്. ഈ ഒരു ഫേസിൽ വന്ന ലാസ്റ്റ് വണ്ടിയാണ്. ഏറ്റവും ലാസ്റ്റ് വണ്ടി ഡീസൽ അല്ലേ? ഡീസൽ അറൗണ്ട് 20 മൈലേജ് കാണാണ്. എന്തായാലും കിട്ടും. അതെ. പിന്നെ എന്താ നമുക്ക് വില? ഇതിന് കിലോമീറ്റർ 1,20 ആണ് മീറ്റർ കിടക്കുന്നത്. കിലോമീറ്റർ ഇച്ചും കൂടെ ഓടിയിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് വലിയ ഓട്ടം 1,20 ആണ് മീറ്റർ കിടക്കുന്നത്. കിലോമീറ്റർ ഗ്യാരണ്ടി പറയല്ല. ഓക്കെ. ഹിസ്റ്ററി പക്കയല്ല. ഹിസ്റ്ററി പക്ക ആകാൻ ചാൻസ് കുറവാണ്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അതെ. എന്താ വില? ഇത് നമുക്ക് 5,25,000 രൂപ കൊടുത്തത്. 5,20,000 രൂപയ്ക്ക് 5,25,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 20 വണ്ടി. 20 വണ്ടി ഏറ്റവും കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വേറെ ബാർഗനിങ് ഒന്നുമില്ല. പറയാനുമില്ല. ഇല്ല. അത് എക്സ്ചേഞ്ച് വന്നപ്പോൾ ആ വിലയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 5,25,000 രൂപയ്ക്ക് 2020 എക്കോസ്പോർട്ട് ഡീസൽ. അതെ. അത് ഹൈലൈറ്റ് ആണ് കേട്ടോ. ഫുൾ ലോണും ചെയ്തേക്കാം. ഫുൾ ലോൺ അല്ല, അത് ഫുള്ളും ചെയ്യാം. അതും ചെയ്യാം അല്ലേ? പിന്നെ നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അപ്പോൾ അവിടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ചെറിയ വണ്ടികളും കൂടി ഉണ്ട്. ഇതും കൂടി പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കേട്ടോ. മാക്സിമം വില കുറച്ച് നല്ല വണ്ടികൾ തന്നെയാണ് എല്ലാം തന്നെ. ഈ i20 ഏതാ മോഡല്? നമുക്ക് 2018 ആണ്. കിലോമീറ്റർ 65,000 ഫുൾ കമ്പനി സർവീസ്. 65 ഫുൾ കമ്പനി സർവീസ്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? നമുക്ക് 4,75,000 രൂപ കൊടുക്കും. 4,75. അന്നത്തെ ന്യൂ ഷേപ്പ് ആണ് നമ്മളെ. അതെ. അത് മറ്റേ ആ ബമ്പറിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. വേരിയന്റ് മാഗ്ന പ്ലസ് ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം 4,75,000 രൂപ. 4,75,000 2018 നമുക്കൊരു 4 അറൗണ്ട് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. 18 മാക്സിമം ഫുൾ ലോൺ ആണ് ചെയ്യേണ്ടത്. ഇതാണെങ്കിലോ നമുക്ക് 2017 ഡാറ്റ്സൺ റെഡിഗോ. അതെ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. കിലോമീറ്റർ അറൗണ്ട് 50 ഓടിയുള്ളൂ അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഡാറ്റ്സന്റെ ഫസ്റ്റ് വണ്ടി. അതെ. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് എന്താ വില? നമുക്ക് 1,60,000 രൂപ കൊടുക്കും. 1,60,000 രൂപ. അതെ.
എന്തായാലും നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തേക്കാം. കുറച്ച് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു സിയാസ് ഉണ്ടല്ലോ. ഇത് നമുക്ക് 2018 18 ഹൈബ്രിഡ് ഡീസൽ. ഓ, ഇത് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാ? ഫേസ് ലിഫ്റ്റ് ഏറ്റവും ന്യൂ ഷേപ്പ് ലാസ്റ്റ് ഇറങ്ങിയ സിയാസ്. ലാസ്റ്റ് ഇറങ്ങിയതല്ല, ഇതിന്റെ പെട്രോള് ഇപ്പൊ ഉണ്ട്. ആ ഷേപ്പ് ഡീസൽ വ്യത്യാസമൊന്നുമില്ല. അതെ അതെ അതെ. അതായത് ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ഡീസൽ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. 18 മോഡലാണ്. ഇത് ഫേസ് ലിഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ല, ഒറിജിനൽ ഷേപ്പ് 2018 അല്ലേ? ഈ സാധനം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഡീസലൊന്നും. ഈ ഷേപ്പ് ഡീസൽ കുറവായി, ഈ ഷേപ്പ് വണ്ടി കുറവാണ്. ഇതിപ്പോ കിലോമീറ്റർ ഇത് കിലോമീറ്റർ 120 ഫുൾ കമ്പനി സർവീസ്. 120 കമ്പനി സർവീസ് അല്ലേ? പിന്നെ മാരുതിക്ക് ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ 18 സർവീസ് റീപ്ലേസ് ഒന്നുമില്ല. ശരി, എന്താ വില? ഇത് നമുക്ക് 650 കൊടുക്കാം. 6.5 ലക്ഷം രൂപയ്ക്ക് 18 ന്യൂ ഷേപ്പ് ഉണ്ട്. അതും ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ് അടിപൊളി. അതെ, ഏറ്റവും ടോപ്പിന്റെ. അതെ, ആൽഫ അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ ബലേനോ? ഇത് 2024 വണ്ടി. 24 വണ്ടി സിംഗിൾ മാസം. 2024 സിംഗിൾ ഓണർ വണ്ടി. 25 എന്ന് പറയാം. 12 മാസം ഇറങ്ങിയ വണ്ടിയാ. അതെ, ബലംനോ ആണ്. ബലംനോ. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ അറൗണ്ട് ഒരു 10,000 കിലോമീറ്റർ അടുക്കുന്നുള്ളൂ. 8,000 അത്ര ഓടിയുള്ളൂ. 7,000 കിലോമീറ്റർ ഓടി. വേരിയന്റോ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. സീറ്റ് ആയിരിക്കും. സീറ്റാ. ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെ വരും. ഇത് നമുക്ക് എന്താ റേറ്റ്? ഇത് നമുക്ക് 7,75,000 രൂപ കൊടുക്കും. 7,75 അല്ലേ? എനിക്കൊന്ന് പുതിയ 10 വരെ 10 രൂപ അറൗണ്ട് ഉണ്ട്. ഉണ്ടല്ലേ? ഒന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. പുത്തൻ വണ്ടി എടുക്കുന്ന പോലെ തന്നെ. അതെ, കാരണം കിലോമീറ്റർ അത്രല്ലേ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കുറവാണ്. അതെ. ഇതാണെങ്കിലോ വെന്റോ? ഇത് 17 ഹൈലൈൻ വെന്റോ പെട്രോൾ 1.6. അതെ അതെ അതെ. പെട്രോൾ ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് കുറവായിരിക്കും. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഫുള്ള് കമ്പനി സർവീസ്. അതെ, ഫാമിലിക്ക് നല്ല പക്ക വണ്ടി. 2017 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 1 ലക്ഷം കിലോമീറ്റർ അറൗണ്ട് ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസ്. ഇത് നമുക്ക് 450 കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 17 വണ്ടി. അതെ, ഫൈനൽ. അതും നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ, മാനുവൽ. ഓക്കെ. ഇത് നല്ലൊരു ജാസ് ഉണ്ടല്ലോ. ജാസ് 2019 വണ്ടിയാണ്. ഇത് 19 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 85,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലോ? പെട്രോൾ VX അല്ലേ? അതെ. VX ആണോ V ആണോ? VX സെയിം. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് അല്ല വണ്ടി. നല്ല പക്ക വണ്ടി. ഇത് 85,000. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 5,35,000 രൂപ. 535 2019 വണ്ടി. അതെ, 19 മോഡൽ ഉണ്ടെന്ന് അറിയണം. അതെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുൾ കമ്പനി സർവീസ് കയറി പോകുന്ന വണ്ടിയാണ്. അടുത്തത് വെർണയാണ്. ഈ വെർണ ഡീസൽ പെട്രോളോ? പെട്രോളാണ്. 1.6 പെട്രോൾ അല്ലേ? നല്ല പവർ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഫുൾ കമ്പനി സർവീസ്. ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, എല്ലാവിധ ഫീച്ചേഴ്സും വരും. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നും കാര്യങ്ങളും. ഇത് 435,000 രൂപ കൊടുക്കുക. 15 വണ്ടി അല്ലേ? അതെ. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള മൈലേജ് 12 മൈലേജ് 13 to 14 ഒക്കെ കിട്ടണതാണ്. അതൊക്കെ ഹൈവേയിൽ മാത്രം ഓടിക്കും. അതെ അതെ അതെ. 10 to 12 ഒക്കെ പ്രതീക്ഷ. 435,000 രൂപ കൊടുത്തേക്കാം. അപ്പൊ അത് റീപ്ലേസ് ഒന്നുമില്ല. മാക്സിമം 4 രൂപ മേലെ ലോൺ കയറും. അതെ അതെ. ഒരു ജാസും കൂടി ഉണ്ടല്ലോ. അതെ. ഇതേതാ? ഇത് നമുക്ക് 2017 വണ്ടിയാണ്. എസ് അല്ലേ? എസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 1 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി പെട്രോൾ. ഓക്കെ, 1 ലക്ഷം ഓടി. എന്താ വില? നമുക്കൊരു ഓഫർ റേറ്റ് 17 വണ്ടി 3,90,000 രൂപ കൊടുക്കും. 390 2017 വണ്ടി കൊടുക്കാം. അതും എസ് ആണ് വേരിയന്റ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. അതെ അതെ അതെ. അപ്പൊ അതില്ലല്ലോ? അപ്പൊ അത് റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല അല്ലേ? ഇല്ല. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ വേറെ എന്തെങ്കിലും പിന്നെ വണ്ടിയുടെ ഒക്കെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. അത് ഈ ആക്സിഡന്റ് ആണെങ്കിലോ? ഇത് നമുക്ക് 2019 വണ്ടി. 19 ആണ്. അതെ, 2019 മോഡൽ മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, ആക്സിഡന്റ് ആണ്. അതൊക്കെ ഐറ്റന് ഡിക്കി വരുന്ന സാധനം. ഇത് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. എക്സെന്റ് SX ഓപ്ഷനിലാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് വില നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 2019 വണ്ടി കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ടാറ്റ അൾട്രോസ് ഉണ്ടല്ലോ. ഇത് 2020 വണ്ടിയാണ്. XZ പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 60,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവൽ. ശരി, എന്താ വില? ഇത് 4,95,000 രൂപ കൊടുക്കാം. 495 കൊടുക്കാം. അത് നെറ്റ് കൊടുത്തേക്കാം. അതെ, അതും മാക്സിമം ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി. നല്ല വൃത്തിയുണ്ട് പക്ക വണ്ടി. ഒരു വണ്ടിയും കൂടി ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്. 2015 വണ്ടിയാണ്. അതെ അതെ, എല്ലാം ടോപ്പിന്റെ വണ്ടിയാണ്. കിലോമീറ്റർ 50,000 അറൗണ്ട് ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 3,00,000 നെറ്റ് 3,75,000 രൂപ കൊടുത്തത്. 15 മോഡൽ 3.25 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് അല്ലേ? കൊള്ളാട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? പക്ക വണ്ടി. അതായത് ഡിക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, ഡിക്കി അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. അത് റീപ്ലേസ് ഇല്ല. ഉണ്ടെ പറഞ്ഞേ ചെയ്യും. ടിയാഗോ ഉണ്ടല്ലോ. ഇതേതാ മോഡല്? ഇത് 2020 മോഡലാണ്. 20 ആണ്. അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അറൗണ്ട് 20,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. വെറും 20,000. 2020 20 വണ്ടി. ഓക്കെ, വിലയോ? ഇത് നമുക്ക് 4,20,000 രൂപ കൊടുക്കാം. 4,20,000 2020 വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫോട്ടോ ഒക്കെ കാണിക്കാനുള്ള നോക്കേണ്ട ആവശ്യമില്ല.
അയച്ചു കൊടുത്തായി. അതെ അതെ. അതെത്ര 4,20,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ അറൗണ്ട് 20 അടുത്ത് ഓടിയിട്ടുള്ള. ഡ്രൈവറോ? ഇത് ഡ്രൈവർ 2023 22 അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ, അത് റീപ്ലേസ് ഇല്ല. ഓക്കെ. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,75,000 രൂപ കൊടുക്കാം. 4,75,000 22 വണ്ടി അല്ലേ? അതും ഈ പറഞ്ഞ നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. അതെ, പക്ക വണ്ടി. സിംഗിൾ ഓണർ. ഇതെല്ലാം നമ്മൾ കാണിച്ച എല്ലാം സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണറാണ്. ഇതാണെങ്കിലോ എക്സ്ക്രോസ്? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് കൊടുത്തേക്കാം. 2021 വണ്ടി. 21 പെട്രോൾ ആണ്. പെട്രോൾ 1.6 മാനുവൽ. ഹൈബ്രിഡ് ആണല്ലോ. ഹൈബ്രിഡ്. അതെ. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ നമുക്ക് 160 ഫുൾ കമ്പനി സർവീസ് കയറി പോകുന്നു. 1,60,000 കിലോമീറ്റർ, ഒരു 10,000 കിലോമീറ്റർ ഓടി വണ്ടിയുടെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, 160 ഓടിയില്ലേ? 160 ഓടി. അതായത് നിലം തൊടിച്ചിട്ടില്ലെന്ന് പറയാം. നിലം തൊടിച്ചിട്ടില്ല, ഫുൾ കമ്പനി സർവീസ്. നല്ല കമ്പനി സർവീസ് ഉണ്ടെങ്കിലും വണ്ടി ഓടിയില്ലേ? അത്രയും ഞാൻ കുറ്റായിട്ട് പറഞ്ഞല്ല കേട്ടോ. അതായത് വണ്ടിക്ക് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം പെട്രോൾ നല്ല ക്ലീൻ അല്ലേ? ക്ലീൻ വണ്ടി. 22 വണ്ടിയാണ്. അതാ പറഞ്ഞ. അപ്പൊ പിന്നെ ഒട്ടും നിലത്ത് നിർത്തിയിട്ടില്ല. ഓക്കെ. ഓട്ടോ മൈലേജ് ഉണ്ടല്ലോ. മൈലേജ് ഉണ്ടോ? പിന്നെ മൈലേജ് ഇത് കാണിക്കുന്ന 18 ഉണ്ട്. പെട്രോൾ അല്ലേ? ഓക്കെ. അത് ഹൈബ്രിഡ് ഒക്കെ ആയതുകൊണ്ടായിരിക്കണം. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ 2022 മോഡല്. വേരിയന്റ് സീറ്റാ. ഓക്കെ. ഏറ്റവും ഫുള്ള് താഴെ വരും. പുഷ് ബട്ടൺ എല്ലാം ഉള്ളതാണ്. 160 ഓടി. കമ്പനി കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഫുള്ള് കമ്പനി സർവീസ്. സർവീസ് ഉണ്ട്. ഇത് നമുക്ക് 5,85,000 രൂപ. 5,50 കൊടുക്കാം. 5,50. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ലോ കിലോമീറ്റർ ആണെങ്കിൽ ചുരുങ്ങിയത് 8-9 ലക്ഷം രൂപ. ഡീലറൊക്കെ 9 രൂപയൊക്കെ അടുത്ത് ചോദിക്കും. അതാണ് ഒരു 8-9 ലക്ഷം രൂപ. 50,000 കിലോമീറ്റർ ഓടി വണ്ടിയൊക്കെയാണ് ഒരു 9 രൂപയൊക്കെ ചോദിക്കും. കറക്റ്റ് സർവീസ് ഉള്ളതുകൊണ്ട് പേടിക്കാനും. അതെ, ഒന്നുമില്ല. അപ്പൊ തിരിച്ചു മറിച്ചൊന്നും പറയാനും. അതെ, തിരിച്ചു മറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ കച്ചവടമില്ല. സീറ്റ വേരിയന്റ് പെട്രോളില് അടിപൊളി സാധനം. ശരിക്കും പറഞ്ഞാൽ മാരുതിക്ക് ഒരു അബദ്ധം പറ്റിയ വണ്ടിയാന്ന് ഞാൻ പറയുള്ളൂ. നല്ല വണ്ടിയാണ്. പിന്നെ ഡിസൈൻ വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ലാസ്റ്റ് 5,80,000 രൂപയ്ക്ക് നെറ്റ് കൊടുത്തേക്കാം. ഫുൾ ഓൺ ചെയ്ത്. അടിപൊളി. ഇതാണെങ്കിലോ ടി വി നമുക്ക് 2016 വണ്ടിയാണ്. 16. അതെ. TV T8 ആണ്. പിന്നെ എന്തെങ്കിലും അപാധ റീപ്ലേസ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. T8 ആണ്. ഡീസൽ ആണ്. 1,00,000. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,60,000 രൂപ കൊടുത്തത്. 4,60,000. അതെ, ഫുൾ ഓൺ ചെയ്ത് കൊടുത്തത്. ഒരു പിന്നെ അപാധ ഇല്ല. അപാധ റീപ്ലേസ് ഇല്ല. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. അതെ. ഇതാണെങ്കിലോ? ഇത് നമുക്ക് വ്യത്യാസം 2014 ആണ്. 14. അതെ. ഓക്കെ. ഡിക്കി വരുന്ന ടൈപ്പാണ്. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ കിലോമീറ്റർ അറൗണ്ട് 40,000 കിലോമീറ്റർ അടുത്ത് ഓടിയുള്ളൂ അല്ലേ? ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കംപ്ലൈന്റ് ഉണ്ടാവില്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 3,25,000 രൂപയ്ക്ക് കൊടുത്തത്. 3,25. അതെ. 14 വണ്ടി ജി ഓപ്ഷനിലാണ്. 3,20 2014 പെട്രോൾ ലോ കിലോമീറ്റർ. 2 ഡോർ റീപ്ലേസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ മാത്രമേ ഉള്ളൂ. അത് മതിയല്ലോ. അത് കമ്പനി മാറുന്നതാണ്. അതൊരു കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ പക്കയുള്ള ഓരോ 15 സർവീസ് കയറി പോകുന്ന വണ്ടി. 3,20,000 രൂപ കൊടുത്തത്. 14 വണ്ടി നെറ്റ് കൊടുത്തേക്കാം. മിസ് ചെയ്യണം. ഇതാണെങ്കിലോ? ഡിസൈർ നമുക്ക് ഡീസലാണ്. 2015 വണ്ടിയാണ്. അതിന്റെ ഫോട്ടോസ് ഒന്ന് അയച്ചോളൂ. ഇപ്രാവശ്യം വണ്ടി കുറച്ച് അധികം ഉള്ളതുകൊണ്ട്. അതെ, വണ്ടി സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വണ്ടി സെയിലുണ്ട്. സ്റ്റോക്ക് നമ്മുടെ ക്ലിയർ. 2015 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഡിസൈർ ആയതുകൊണ്ട് റേറ്റ് എത്ര? ഡിസൈർ ഡീസലാണ്. ഇത് നമുക്ക് 4,40,000 രൂപ കൊടുക്കും. 4,40 കൊടുക്കാം. 4,40 അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിച്ചു തരാം. ലാസ്റ്റ് വണ്ടി ഒരു സിയാസ് ആണ്. സിയാസ് പെട്രോൾ ആണ്. ഏതാ മോഡൽ? സിയാസ് 2016 വണ്ടിയാണ്. 16. VXC ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് അല്ലേ വണ്ടി? പക്ക നീറ്റ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് വേറെ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് 5,40,000 രൂപ കൊടുക്കാം. 5,40,000 കൊടുക്കാം. അതും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വേണം നോക്കി മിസ് ചെയ്യണ്ട. അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടികൾ കിട്ടുമ്പോൾ എടുത്തു വെച്ചോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓട്ടോസ്പോർട്ടിൽ ഇപ്രാവശ്യം കാണിച്ച വാഹനങ്ങളൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ ചേട്ടേ ഓണമൊക്കെയാണ്. നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം വില കുറച്ചിട്ട് നല്ല അടിപൊളി വണ്ടി കൊടുക്കാം. നമ്മൾ മാക്സിമം കുറച്ച് ചെയ്യും. അതെ. ഓണം ആയതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ പിന്നെ ഓഫർ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അറിയാലോ. അല്ലാതെ നമ്മൾ ഇപ്പൊ ടി വി കൊടുക്കാം. അതൊക്കെ എവിടെ കിട്ടുന്ന സാധനമുള്ളൂ. അതല്ലേ നമുക്ക് വണ്ടിക്ക് തന്നെ മാക്സിമം ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ഓണമായിട്ട് കച്ചവടം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പറഞ്ഞ വിലകളൊക്കെ അടിപൊളിയാണല്ലോ. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പിയാണ്. അതെ. ബൈ.